ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഒറ്റ വാക്കില് സഭാചരിത്രം അവതരിപ്പിക്കൂ എന്ന് ലൂക്കാസിനോട് പറഞ്ഞാൽ ലൂക്കാസ് ഒറ്റ വാക്കിൽ അവതരിപ്പിക്കും. ആത്മധൈര്യം. നമ്മളിപ്പോ നെഞ്ചുറപ്പ്, ചങ്കുറപ്പ്, ധൈര്യം, ധീരത എന്നൊക്കെ പറയുമെങ്കിലും ആത്മധൈര്യം എന്ന വാക്കാണ് സഭ ഉപയോഗിക്കുക. പരിശുദ്ധാത്മാവിലായിരിക്കുന്നവന്റെ ചങ്കുറപ്പാണത്. അതുകൊണ്ട് ആത്മധൈര്യം എന്ന് പറയണേ. നമ്മുടെ ആത്മാവിന്റെ ധൈര്യം മാത്രമല്ല, പരിശുദ്ധാത്മാവിലായിരിക്കുന്നവന്റെ ചങ്കുറപ്പാണ്, നെഞ്ചുറപ്പാണത്. സഭാ നേതൃത്വത്തിന് ഇന്നില്ലാത്തതും അന്നുണ്ടായിരുന്നതും ഈ ആത്മധൈര്യമാണ്, നെഞ്ചുറപ്പാണ്. പുതിയ നിയമവചന ധ്യാനം ക്ലാസ് 61, സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തില് 4-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങളാണ്. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞു, ജനത്തിന്റെ പ്രമാണികളെ, ശ്രേഷ്ഠന്മാരെ, ഈ ബലഹീന മനുഷ്യന് ലഭിച്ച ഉപകാരം നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായെന്നാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല്, കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും ഇവർ പഠിപ്പില്ലാത്തവരും സാധാരണക്കാരായ മനുഷ്യരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവരാണെന്നും അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ ചേർന്ന് നിൽക്കുന്നത് കണ്ടതിനാൽ എന്തെങ്കിലും എതിർത്ത് പറയാൻ അവർക്ക് വകയില്ലായിരുന്നു. അതുകൊണ്ട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ചതിനു ശേഷം അവർ പരസ്പരം ആലോചിച്ചു. അവർ പറഞ്ഞു, ഈ മനുഷ്യരെ നാം എന്ത് ചെയ്യേണ്ടു? പ്രത്യക്ഷമായൊരു അടയാളം അവർ ചെയ്തിരിക്കുന്നുവെന്ന് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമാണ്. അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല. എങ്കിലും ഇത് ജനത്തിന്റെ ഇടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഒരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നമുക്ക് അവരെ താക്കീത് ചെയ്യാം. പിന്നെ അവർ അവരെ വിളിച്ച് അവരോട് കൽപ്പിച്ചു, യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, പഠിപ്പിക്കുകയും അരുത്. അതിന് മറുപടിയായി പത്രോസും യോഹന്നാനും പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങൾ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവിൻ. എന്നാൽ ഞങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ പ്രസ്താവിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നതല്ല. ഈ സംഭവിച്ച കാര്യം നിമിത്തം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ ആ ജനം നിമിത്തം അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കാണായികയാൽ അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലേറെ വയസ്സുള്ളവനായിരുന്നു. പത്രോസിന്റെ ദേവാലയ പ്രസംഗം നമ്മൾ തുടരുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് പറയാണ്, നിങ്ങളെ കുരിശിൽ തറച്ചു കൊന്നവനും ദൈവമായ കർത്ത ഉയർപ്പിച്ചവനുമായ യേശുവിന്റെ നാമത്തിലാണ്, ആ യേശുവിന്റെ നാമത്തിൽ മൂലക്കല്ലായി തീർന്ന വീട് പണിക്കാരായ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് കോണിന്റെ മൂലക്കല്ലായി തീർന്നു. ആ കല്ലായി തീർന്ന യേശുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ ഈ മുടന്തന് സൗഖ്യം കൊടുത്തത്. യഹൂദർക്കുള്ള ശ്ലൈഹിക കെരിഗ്മ, അതേക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി കണ്ടു കഴിഞ്ഞു. അതിന്റെ രക്തചുരുക്കമാണ് ഈ തിരുവചനം. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നവനും ദൈവം ഉയർപ്പിച്ചവനുമായി യേശു. ഇതാണ് ശ്ലൈഹിക കെരിഗ്മ, യഹൂദരോടുള്ള ശ്ലൈഹിക കെരിഗ്മയുടെ രക്തചുരുക്കം. ഇതേക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ 3-ാമത്തെ അധ്യായം 12 മുതൽ 15 വരെ വാക്യങ്ങൾ ധ്യാനിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. എന്തെങ്കിലും മന്ത്രശക്തിയോ മാന്ത്രിക നാമമോ അല്ല, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തവനായ യേശുവാണ് സ്ലീഹന്മാരിൽ പ്രവർത്തിക്കുന്നത്. അതിനാൽ അവന്റെ നാമത്തിലാണ് സ്ലീഹന്മാര് കാര്യങ്ങൾ ചെയ്യുന്നത്. യേശു എന്ന ആളും അവന്റെ നാമവും താതാത്മ്യപ്പെട്ട് ഒന്നായിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ യേശു എന്ന ആളിൽ, യേശുവിന്റെ നാമത്തിന് ശക്തിയാൽ എന്ന് പറഞ്ഞാൽ യേശു എന്ന ആളിന്റെ ശക്തിയാൽ. ആ ശക്തിയാണ് സ്ലീഹന്മാരിൽ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഇവിടെ മന്ത്രമൊന്നുമില്ല.
മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ദൈവം തന്നെയായ ഈശോ, അവന്റെ നാമം, അവന്റെ ശക്തി, അല്ലാതെ വേറൊന്നുമില്ല. അതാണ് സ്ലീഹന്മാരിൽ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് പറയാണ് ആ സ്ലൈഹി കരിക്മേൽ ഭാഗം പറഞ്ഞെന്താണ്? വീട് പണിക്കാരായ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. സങ്കീർത്തനത്തിൽ നിന്നുള്ള വേദവചനമാണിത്. സങ്കീർത്തനം 118:22. മിശിക ആദ്യം തിരസ്കരിക്കപ്പെടുമെന്നും എന്നാൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യവംശത്തിന്റെ തലവനായി മൂലക്കല്ലായി അവൻ മാറുമെന്നും 118 സങ്കീർത്തനം വെളിപ്പെടുത്തുന്നുവെന്ന് യേശു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പത്രോസും സ്ലീഹന്മാരും കേട്ടിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 12:10-12 വാക്യങ്ങൾ. പുതിയതും ജീവനുള്ളതുമായ ദേവാലയത്തിന്റെ മൂലക്കല്ലാകാൻ, പുതിയതും ജീവനുള്ളതുമായ ദേവാലയം, അതെന്താണ്? സഭയാണത്. സഭ എന്ന് പറഞ്ഞാൽ പള്ളി കെട്ടിടമല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നമ്മളാണ് ദൈവത്തിന്റെ ആലയം. അപ്പൊ പുതിയതും ജീവനുള്ളതുമായ ദേവാലയം ക്രിസ്ത്യാനികളാണ്, പ്രത്യേകിച്ച് കത്തോലിക്കരാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ട ആ ദേവാലയം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ ദേവാലയമായി തീർന്ന നമ്മുടെ സഭയുടെ, നമ്മൾ ഓരോരുത്തരുടെയും മൂലക്കല്ലാണ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട യേശു. അപ്പൊ യേശു എന്ന മൂലക്കല്ലിനോട് ചേർത്ത് വെക്കുകയാണ്, ചേർത്ത് പിടിപ്പിക്കുകയാണ് മാമോദീസായില്. ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കർത്താവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ തോമാസിലേക്ക് ഒട്ടിച്ച് ചേർക്കപ്പെട്ടതുപോലെ നമ്മൾ ഓരോരുത്തരും ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ്. ഇതാണ് മാമോദീസായില്. അല്ലാതെ പമ്പയിലും പെരിയാറിലും ഭാരതപ്പുഴയിലും കൊണ്ട് മുക്കുന്നതല്ല, ഗംഗയിലും കാവേരിയിലും യമുനയിലും കൊണ്ട് മുക്കുന്നതല്ല. അതൊക്കെ സ്നാപയോനല്ല മാമോദീസ. യേശു എന്ന ആളിലേക്ക് ചേർക്കപ്പെടുക. ഇതാണ് ഈ മൂലക്കല്ല്. നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ ഒരു മൂലക്കല്ല് ഇടും, ഇല്ലേ, ഒരു തറക്കല്ല്. പിന്നെ മറ്റു കല്ലുകളൊക്കെ അതിലേക്ക് യോജിപ്പിച്ചല്ലേ കൊണ്ടുവരുന്നേ. അങ്ങനെ പുതിയതും ജീവനുള്ളതുമായ ദേവാലയം നമ്മളാണെങ്കിൽ, നമ്മളതിന് ശിലയാണെങ്കിൽ, ആ ശിലകള് ചേർത്ത് വെച്ചിരിക്കുന്നത് യേശു എന്ന മൂലക്കല്ലിലോടാണ്. അങ്ങനെ ദൈവം നിശ്ചയിച്ച് അയച്ച ആ മിശിഹായെ യെരൂശലേമിന്റെ നിർമ്മാതാക്കള് തള്ളിക്കളഞ്ഞത് ദുരന്തം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ആ ജെറൂസലം ദേവാലയം തന്നെ നശിപ്പിക്കാനായിട്ട് റോമാക്കാരെ ദൈവം അനുവദിച്ചത് ക്രിസ്തുവർഷം AD 70. ഇതുവരെയും അവർക്ക് ആ ദേവാലയം പണിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ മൂലക്കല്ലായിരിക്കുന്ന കർത്താവാണ്, യേശുക്രിസ്തുവാണ് രക്ഷകൻ. മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യരിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിന്റെ നാമം ഒഴികെ. അപ്പൊ ഈ രംഗം മുഴുവൻ 4:12 ഞാൻ വായിച്ചത്. ഈ രംഗം മുഴുവൻ, അതായത് ഈ 4-ാമത്തെ അധ്യായം, അതായത് ഈ ശരിക്കും പറഞ്ഞ ദേവാലയ പ്രസംഗത്തിന്റെ ആ രംഗം മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത് യേശു എന്ന നാമത്തിലാണ്. 3:6, 3:16, 4:7, 4:10, 4:17, 4:18 ഇവിടെയൊക്കെ യേശു എന്ന നാമം, യേശു എന്ന നാമം. ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈശോ എന്ന നാമത്തെ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തത്. യേശുവ, യശ്വ, യോശ്വ, ഈശോ, യേസുസ് എന്നൊക്കെ നമ്മൾ വളരെ വിശദമായി കണ്ടു. അപ്പൊ അതേക്കുറിച്ച് ഞാൻ ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു കഴിഞ്ഞതാണ്. അപ്പൊ ഞാൻ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ യേശുവ, യാഹ്വേ രക്ഷിക്കുന്നു, യാഹ്വേ രക്ഷകനാണ്, യാഹ്വേ രക്ഷ കൊണ്ടുവരുന്നു. അത് ലോപിച്ച് യേശുവ. അത് അരാമിയ സുറിയാനി ഭാഷ സംസാരിക്കുന്ന സ്ഥലത്ത് അത് ഈശോ എന്നാണ്. മറിയം താമസിച്ചിരുന്നത് ഈ സിറിയയുടെ അടുത്ത് കിടക്കുന്ന നസ്രത്തിലാണ്. അതുകൊണ്ട് മറിയം ഈശോ എന്ന് വിളിച്ചിരിക്കാൻ സാധ്യതയുണ്ട് യേശുവിനെ, അല്ലെങ്കിൽ യേശു എന്ന് വിളിച്ചിരിക്കാം. അതൊക്കെയാണ് ഇതിന്റെ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ രോഗികളെ സൗഖ്യപ്പെടുത്താനും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാനും ഭൂതബാധ ഒഴിപ്പിക്കാനും മാമോദീസ കൊടുക്കാനും യേശു എന്ന നാമമാണ് ഉപയോഗിച്ചത് ആദിമസഭ. ഇന്ന് നമ്മൾ രോഗികളെ സുഖപ്പെടുത്താൻ സ്ലീഹന്മാർ നടപടി 9:34, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ സ്ലീഹന്മാർ നടപടി 4:30, ബാധയൊഴിപ്പിക്കാൻ നടപടി പുസ്തകം 16:18, 19:13, മാമോദീസ കൊടുക്കാൻ സ്ലീഹന്മാർ നടപടി 2:38, 10:48, 22:16. ഇതിനൊക്കെ യേശു എന്ന നാമമാണ് ഉപയോഗിച്ചത്. കത്തോലിക്ക സഭയുടെ മതബോധനം 430 മുതൽ 435 വരെയും 1507 വരെയും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. എങ്കിലും ഈ നാമത്തിന് ഏറ്റവും ഉന്നതമായ പൊരുള് സൗഖ്യം കൊടുക്കുക എന്നതല്ല. സൗഖ്യപ്പെടുത്താൻ
അത്ഭുതങ്ങൾ ചെയ്യാൻ, അടയാളങ്ങൾ ചെയ്യാൻ, ബാധയൊഴിപ്പിക്കാൻ, മാമോയിസ കൊടുക്കാൻ ഒക്കെ ഈ നാം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ഉന്നതമായ ദൗത്യം എന്ന് പറയുന്നത്, ഈ നാമത്തിന്റെ, യേശു നാമത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, രക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് പത്രോസ് ഒരു ഒളിവോ മറയോ ഇല്ലാതെ വെളിപ്പെടുത്തുന്നത്. മനുഷ്യർ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ രക്ഷയിലേക്ക് നയിക്കുന്നതാണ് മറ്റു കാര്യങ്ങളൊക്കെ. സൗഖ്യമാണെങ്കിലും അത്ഭുതമാണെങ്കിലും അടയാളമാണെങ്കിലും ബാധയൊഴിപ്പിക്കുന്നതാണെങ്കിലും രക്ഷയിലേക്ക് നയിക്കുന്നതാണ്. രക്ഷയിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ അത് വിജാതിയരുടെ അത്ഭുതങ്ങൾ പോലെ ആവുള്ളൂ. യേശു എന്ന ആളിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയും അവനോട് ചേർന്ന് നിൽക്കുന്ന ദേവാലയമായി തീരുകയും ചെയ്യുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കാര്യങ്ങൾക്കും കാര്യമില്ല. അതൊക്കെ വെറും ഭൗതികമായ നേട്ടമായിട്ട് മാറും. അപ്പോൾ നസറായനായ യേശോയെ മിശിഹായി അഭിഷേകം ചെയ്തിരിക്കുന്നത് തന്നെ മനുഷ്യവംശത്തിന്റെ രക്ഷകനായിട്ടാ. യാഹ്വേ ബ്രിങ്സ് സാൽവേഷൻ, യേശുവ ആ പേര് കൊടുത്തിരിക്കുന്നതിന് അതേക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായി കണ്ടു കഴിഞ്ഞു. നീ അവന് യേശു എന്ന് പേരിടണം എന്ന് മറിയത്തോടും പിന്നെ യൗസേപ്പിനോടും പറഞ്ഞതിന് കാരണം എന്താണ്? അവൻ രക്ഷകനാണ്. മറ്റൊരു പേര് നമുക്കില്ല രക്ഷകനായിട്ട്. ഈ രക്ഷയ്ക്ക് രണ്ട് പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ടെന്ന് പറയാം. ഒന്ന് പാപമോചനം, പിന്നെ അനശ്വര ജീവൻ. മരിച്ചവൻ ഉത്ഥാനം ചെയ്ത യേശുവിന് മാത്രമേ അനശ്വര ജീവൻ നൽകാൻ കഴിയൂ. കാരണം എന്താ? നശ്വരമല്ലാത്ത അനശ്വരമായ നമ്മൾ നിത്യജീവൻ എന്ന് പറയുന്ന ആ ജീവനിലേക്ക് പ്രവേശിച്ച ഏക വ്യക്തി, മരിച്ചവൻ ഉയർപ്പിക്കപ്പെട്ട് അതിലേക്ക് പ്രവേശിച്ച ഏക വ്യക്തി ഈശോ മിശിഹായാണ്, യേശുക്രിസ്തുവാണ്. ശ്രീബുദ്ധനോ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ മുഹമ്മദോ ആരും തന്നെ മരിച്ചവരിൽ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല, അനശ്വര ജീവനിലേക്ക് കയറിയിട്ടുമില്ല. അതിനാൽ അവർക്ക് ആർക്കും തന്നെ ഈ അനശ്വര ജീവൻ നൽകാൻ കഴിയില്ല. ജീവശാസ്ത്രപരമായ ജീവൻ, അതീതമായ ജീവൻ, മരണത്തിന്റെയും അടികളുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ, ആ ജീവൻ നൽകാൻ അതിലേക്ക് പ്രവേശിച്ച യേശുവിനല്ലേ കഴിയൂ. മറ്റാരും അതിലേക്ക് പ്രവേശിച്ചിട്ടില്ല, അതുകൊണ്ട് അവർക്ക് കഴിയില്ല. ഇത് നമ്മൾ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, മറ്റുള്ളൊരു മോശമാണെന്ന അർത്ഥത്തിലും പറയുന്നതല്ല. പക്ഷെ ഇത് സത്യമാണ്, സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ചുരുക്കത്തിൽ ഒരു നാമത്തിലാണ്, ഒരു നാമം വഴിയാണ് മനുഷ്യര് രക്ഷ പ്രാപിക്കുന്നത്. എന്നാൽ ആ നാമം യാഹ്വേ എന്ന ദൈവിക നാമം തന്നെയാണ്. ആ യാഹ്വേ നാമധാരി നസറായനായ യേശുവാണ്. അതായത് യാഹ്വേ എന്ന നാമം ഇപ്പോൾ ഒരാളായി വന്നിരിക്കുന്നു. പഴയ നിയമത്തിൽ നാമം എന്ന് പറഞ്ഞത്, പുതിയ നിയമത്തിൽ ആളാണ്. ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി, ഇനിയും വെളിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി എന്നാണ് ഈശോ പറയുന്നതിന്റെ അർത്ഥം. പുതിയൊരു നാമമല്ല. അപ്പൊ യേശു എന്ന യാഹ്വേ എന്ന നാമത്തിൽ പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയത് ഈശോ എന്ന ആളാണെന്ന് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ അതൊരു നാമമായിരുന്നു, പുതിയ നിയമത്തിൽ അതൊരാളാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുക എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിലുള്ളത്. അതായത് സാക്ഷാൽ മുന്തിരിവള്ളിയായ, സാക്ഷാൽ മനുഷ്യനായ, അവസാനത്തെ മനുഷ്യനായ, ദൈവം തന്നെ മനുഷ്യനായ യേശുവിന്റെ ശാഖയായി ഉൾച്ചേർക്കപ്പെടുക, ഗ്രാഫ്റ്റ് ചെയ്യപ്പെടുക, ഒട്ടിച്ച് ചേർക്കപ്പെടുക. നമ്മൾ ബഡ് ചെയ്യാന്നൊക്കെ പറയില്ലേ, ക്രിസ്തുവിലേക്ക് ഒട്ടിച്ച് ചേർക്കപ്പെടണം. റോമാലേഖനം 11 അധ്യായത്തിൽ അതാണ് പറയണേ. ചുരുക്കത്തില് ഒരു നാമത്തിലാണ്, ഒരു നാമം വഴിയാണ്, ആ നാമം ഒരാളാണ് മനുഷ്യര് രക്ഷ പ്രാപിക്കുന്നത്. യേശു എന്ന ആളിലൂടെയാണ്, യേശു എന്ന ആളിലാണ്, ആൾ വഴിയാണ് നാം രക്ഷ പ്രാപിക്കുന്നത്, ഏത് മനുഷ്യനാണെങ്കിലും. അതുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാതെ രക്ഷ പ്രാപിക്കാൻ പറ്റില്ല ആർക്കാണെങ്കിലും. ഇതൊക്കെ ഇങ്ങനെ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഈ സുപ്രീം കോടതി, യഹൂദരുടെ മതകോടതിയിൽ, സുപ്രീം കോടതിയിൽ മുമ്പാകെ വെച്ചിട്ടാണ് പത്രോസും യോഹന്നാൻ ഇത് പറയണേ. അപ്പൊ അവർ ധൈര്യം കണ്ടെന്നാണ്, അവരുടെ ധൈര്യം. ഗ്രീക്കില് പർറേസിയ എന്നാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പർറേസിയ, വെട്ടിത്തുറന്ന സംസാരം, ആർജവത്വം, നെഞ്ചുറപ്പ്, ആത്മവിശ്വാസം, നിസ്സന്ദേഹമായ സ്ഥൈര്യം എന്നെല്ലാം ഈ വാക്കിന് അർത്ഥമുണ്ട്. തന്റെ വക്താക്കൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യവും ആത്മധൈര്യവുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് അപകടങ്ങളെക്കുറിച്ച് പേടിയില്ല. ശ്ലൈഹിക പ്രഘോഷണത്തിന്റെ മുഖമുദ്രയായിരുന്നു ഈ ആത്മധൈര്യം അഥവാ ചങ്കുറപ്പ്. 2:29 സ്ലീഹന്മാരുടെ നടപടി 2:29, 4:29, 4:31, 9:27, 28, 13:46 ഇവിടെ ഒക്കെ പറയുന്നുണ്ട്. അവർക്ക് ഭയങ്കരമായ ധൈര്യമായിരുന്നു. അതായത് ഒരു പേടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, സഭാ ചരിത്രം എന്താണെന്ന് ഒറ്റ വാക്കിൽ പറയാൻ ആവശ്യപ്പെട്ടാൽ ലൂക്കാസ് നമ്മളോട് പറയാം ആത്മധൈര്യം.
പരിശുദ്ധാത്മാവിലായിരിക്കുന്ന ആളുടെ ധൈര്യമാണിത്. പരിശുദ്ധാത്മാവിലായിരിക്കുന്ന ആത്മാവിന്റെ ആളുടെ ധൈര്യമാണ് ഈ പറഞ്ഞ ചങ്കുറപ്പ്. അല്ലാതെ അത് മാനുഷികമായി കിട്ടുന്നതല്ല. പരിശുദ്ധാത്മാവിലായിരിക്കുന്ന ആർക്കും ഈ ധൈര്യം ഉണ്ടാകും. പരിശുദ്ധാത്മാവിലായിരിക്കാ അല്ലെങ്കിൽ ധൈര്യം ഉണ്ടാകൂല. പിന്നെ അവർക്ക് വിസ്മയം ഉണ്ടാക്കിയ മറ്റൊരു കാര്യമാണ്, ഇവർ വലിയ പഠിപ്പില്ലാത്തവരാണല്ലോ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നിൽക്കുന്ന പത്രോസിന്റെ മുഖഭാവം അവിടുത്തെ മതകോടതിയിലെ സുപ്രീം കോടതിയിലെ ന്യായാധിപന്മാരെ പരിഭ്രാന്തരാക്കി. മുമ്പ് പത്രോസും യോഹന്നാനും മുക്കുവന്മാരായിരുന്നു, ശരി തന്നെ. അവർ വലിയ വിജ്ഞാനികളൊന്നുമല്ല, തൊഴിലാളികളാണ്. മർക്കോസ് 1:16-20 പറയുന്നുണ്ട്. ലൂക്കാസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെ പങ്കാളിത്ത ബിസിനസ് ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. വലിയ കലാലയത്തിലും പഠിച്ചിട്ടില്ല എന്ന് വെച്ച് നിരക്ഷര കുട്ടികളൊന്നുമല്ല, ഇല്ലിറ്ററേറ്റ് ഒന്നുമല്ല, വലിയ പഠിപ്പില്ലാത്തവര്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇന്നസെന്റ് എന്ന് പറഞ്ഞ നടൻ, അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല വിവരം ഉണ്ടായിരുന്നില്ലേ. അപ്പൊ സ്കൂളിൽ പഠിക്കുന്നതല്ല വിദ്യാഭ്യാസം, പഠിപ്പ്. അതൊരു ചില കാര്യങ്ങളിലേക്ക് ഒന്ന് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുമെന്നല്ലാതെ വിവരം എന്ന് പറയുന്നത് അതല്ല. സ്കൂൾ വിദ്യാഭ്യാസം അല്ല. ഇവര് വലിയ സ്കൂളിലൊന്നും പോയിട്ട് കലാലയത്തിൽ പോയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നല്ല വിജ്ഞാനമുണ്ടായിരുന്നു. ഇവരുടെ ശക്തമായ ചെറുത്തുനിൽപ്പ്, സുവിശേഷത്തിന് വേണ്ടിയുള്ള സാക്ഷ്യം, അതെല്ലാം കണ്ടപ്പോഴ് യഹൂദ പ്രമാണിമാർ വിസ്മയം കൊള്ളുകയാണ്. സ്കൂളിൽ പഠിച്ചതിന്റെ പേരിൽ ആർക്കെങ്കിലും ആത്മധൈര്യം ഉണ്ടാകുമോ? സ്കൂളിൽ പഠിച്ചതിന്റെ പേരിൽ വിവരം ഉണ്ടാകുമോ? ഇപ്പൊ നമുക്ക് ഡോക്ടർമാര് അല്ലെങ്കിൽ അച്ഛന്മാര് ആര് വേണമെങ്കിലും എടുത്തു നോക്കൂ. പഠിക്കുന്നതൊക്കെ മിക്കവാറും ഒരേ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഒരേ പ്രൊഫസർമാരിൽ നിന്നാ. പക്ഷെ എല്ലാവർക്കും വിവരമുണ്ടോ? എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടോ? എല്ലാവരും കൈപ്പുണ്യമുണ്ടോ? എല്ലാവർക്കും അത് സിന്തസൈസ് ചെയ്യാൻ, അനലൈസ് ചെയ്ത് സിന്തസൈസ് ചെയ്യാനുള്ള കഴിവുണ്ടോ? കണക്ട് ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇല്ല. അത് പരിശുദ്ധാത്മാവ് തന്നെ തരണം. നമ്മൾ അതിന് തപസ്സിരിക്കണം. പരമ്പരാഗത ദൈവശാസ്ത്ര യഹൂദ ദൈവശാസ്ത്രത്തില് ഈ പത്രോസിനും യോഹന്നാനും അത്ര വലിയ അറിവുണ്ടായിരുന്നില്ല. പക്ഷെ അത് തന്നെ അപ്രസക്തമായി മാറുകയാണ്. കാരണം എന്താ? യേശുവിന്റെ കൂടെയുള്ള അവരുടെ സഹവാസം, അവർ തുറന്ന ഹൃദയത്തോട് വെളിപാട് സ്വീകരിക്കാനുള്ള അവരുടെ ആ മനസ്ഥിതി, അതെല്ലാം അളവുകൾക്ക് അതീതമാണ്. മാനസികമായ എല്ലാ വിജ്ഞാനങ്ങളും അതിശയിക്കുന്ന അറിവാണ് വെളിപാടിന് വേണ്ടി ഹൃദയം തുറക്കുമ്പോൾ കിട്ടുക. സ്കൂളിൽ പോകുന്നതോ പരീക്ഷ പാസ്സാകുന്നതോ അല്ല യഥാർത്ഥ ജ്ഞാനമെന്ന് ചുരുക്കം. ഈ കോടതിയുടെ മുമ്പ് ഒരു പ്രശ്നമുണ്ട്. ഈ സൗഖ്യമാക്കപ്പെട്ട ആ ആള് അല്ലേ, അവന്റെ പ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ഈ സ്ലീഹന്മാരുടെ കൂടെ നിൽക്കുക. അതായത് ദൃക്സാക്ഷി, ഈ അത്ഭുതം സ്വീകരിച്ച വ്യക്തി, ആ ഗുണഭോക്താവ് സ്ലീഹന്മാരുടെ കൂടെ നിൽക്കുക. അപ്പോ ഈ കോടതിയിൽ ദൃക്സാക്ഷി നിൽക്കുന്നത് കൊണ്ട്, നേർസാക്ഷ്യം നൽകാൻ കഴിവുകൾ നിൽക്കുന്നത് കൊണ്ട് കോടതിയിൽ ജഡ്ജിമാർ പറയുക, നമുക്കൊന്നും നിഷേധിക്കാൻ പറ്റില്ല. ജെറൂസലത്തെ സകല ആളുകൾക്ക് അറിയാം, നമ്മുടെ മുമ്പിൽ അവൻ നിൽക്കും ചെയ്യുന്നു. സ്ത്രീകന്മാരെ അത്ഭുതകരമായ രോഗം സൗഖ്യമാക്കിയ കാര്യം നിഷേധിക്കാൻ പറ്റില്ല. അത് മാലോകനെ മുമ്പാകെ വെച്ചാണ് സംഭവിച്ചത്. അത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ എന്നിട്ടും അവർ വിച്ഛേദിക്കാൻ കൂട്ടാക്കുന്നില്ല. യേശു വിച്ഛേദിക്കാൻ കൂട്ടാക്കുന്നില്ല. അത് അവരുടെ അവിശ്വാസത്തിന്റെ തീവ്രതയും ആഴവും വെളിപ്പെടുത്തുന്നു. തുറന്ന ഹൃദയമില്ലെങ്കിൽ എത്ര അത്ഭുതം കണ്ടാലും അനുഭവിച്ചാലും വിശ്വാസത്തിൽ കടന്നു വരാൻ കഴിയില്ല. നമ്മളിപ്പോ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികരുടെ പ്രശ്നം എന്താണ്? ബഹുഭൂരിപക്ഷമാണ് ജനങ്ങൾക്കും അറിയാം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന്. ഈ വിമത വൈദികർ അവർക്കും അറിയാം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന്. മാർപ്പാപ്പ അനുസരിക്കുന്നില്ലെന്ന് അവർക്കറിയാം, സഭയെ അനുസരിക്കുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അവർക്കിതൊന്നും നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ അവർക്ക് അനുസരിക്കാൻ പറ്റണില്ല. എന്താ കാര്യം? അവിശ്വാസത്തിന്റെ തീവ്രത, അവിശ്വാസത്തിന്റെ ആഴം. അപ്പോ കൺവെട്ടത്തെ എത്ര വലിയ തെളിവ് കൊടുത്താലും, അത് മൽക്കയെക്കുറിച്ചാകട്ടെ, അനാഫ്രയെക്കുറിച്ചാകട്ടെ, അദ്ദായിമാറി സ്ലിഹന്മാരെ കുറിച്ചാകട്ടെ, ആരെക്കുറിച്ച് നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ മുമ്പിൽ അവതരിപ്പിച്ചാലും, അൽമായ മുന്നേറ്റക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചാലും, അവർക്കൊരു ഹിഡൻ അജണ്ടയുള്ളത് കൊണ്ട്, ഹൃദയം മൂടി വെച്ചിരിക്കുന്നത് കൊണ്ട്, അവിശ്വാസത്തിന്റെ തീവ്രതയിലും ആഴത്തിലും ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് സത്യം അംഗീകരിക്കാൻ കഴിയില്ല. നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ ഇവരുടെ സാക്ഷ്യം മുന്നോട്ട് പോയ പ്രശ്നമാകും. അപ്പോ നിങ്ങൾ ഇക്കാര്യം യേശുവിന്റെ നാമത്തിൽ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് താക്കീതും പറഞ്ഞ് വിടുക. അപ്പോൾ പത്രോസ് ചോദിക്കുക, ഞങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങള്, ഞങ്ങൾ ഏതിനൊക്കെ സാക്ഷികളായോ ആ കാര്യങ്ങള്
ഒളിച്ചു വെക്കാൻ പറ്റുമോ? അത് പറയാനാണ്, സാക്ഷ്യപ്പെടുത്താനാണ് കർത്താവ് പറഞ്ഞാണേ. അപ്പൊ യേശു ചെയ്തതും പഠിപ്പിച്ചതുമായ സംഗതികൾക്ക് സ്ലീഹന്മാര് സാക്ഷികളായത് ദൈവികമായ അനുസരണത്തിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങളെ അനുസരിക്കണോ, മാനുഷിക അധികാരികൾ അനുസരിക്കണോ, ദൈവത്തെ അനുസരിക്കാൻ ചോയ്സ് വന്നാൽ ദൈവത്തെ അനുസരിക്കണം. അപ്പോൾ മാനുഷിക അധികാരികളെ ശിക്ഷാ നടപടികൾ എടുക്കും. അതെടുത്തോ, കൊന്നുകളയാം, കൊന്നോ. ദൈവത്തെ അനുസരിക്കുക അല്ലെങ്കിൽ മാനുഷിക അധികാരികളെ അനുസരിക്കുന്ന ചോയ്സ് ആണ് ഉള്ളതെങ്കിൽ, അത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടെങ്കിൽ ദൈവത്തെ അനുസരിക്കാൻ തീരുമാനിക്കണം. ചെറിയ ധൈര്യമൊന്നും പോരാതിന്, പരിശുദ്ധാത്മാവിൽ ആയിരുന്നാൽ തന്നെ കിട്ടുള്ളൂ. ദൈവത്തോടുള്ള പ്രതിബദ്ധതയും വിധേയത്വവും ഉള്ളപ്പോൾ എങ്ങനെയാണ് യേശുവിനെ കുറിച്ച് മൗനം പാലിക്കുക? നിങ്ങൾ എവിടെ വിളിച്ചിട്ട് അവർ വിചാരണ ചെയ്ത് ഇങ്ങനെ താക്കീത് ചെയ്താലും അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഞങ്ങൾക്ക് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയില്ല. തങ്ങളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന് ശക്തിക്കും യേശു മരിച്ചവരിൽ ഉയർത്തുമെന്ന വസ്തുതയ്ക്കും സാക്ഷ്യം വഹിക്കാതിരിക്കാൻ സ്ലീഹന്മാർക്ക് കഴിയില്ല. സത്യത്തിന് സാക്ഷ്യം വഹിക്കാതിരിക്കാൻ സ്ലീഹന്മാർക്ക് കഴിയില്ല. സാർഗത്തിൻ സംഘം എന്ന് പറയുന്ന സുപ്രീം കോടതി, മതകോടതിയുടെ ഭീഷണിക്കും വിരട്ടലിനൊന്നും സ്ലീഹന്മാരെ നിശബ്ദരാക്കാൻ കഴിയില്ല. മതപീഡനത്തിന്റെ കാലയളവിലൊക്കെ ഇത് വളരെ ശക്തമായി ഒരു സാക്ഷ്യമാണിത്. വളരെ ഗൗരവമായ ഒരു സാക്ഷ്യം. അതായത് ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ഒന്ന്, പരിശുദ്ധാത്മാവാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. രണ്ട്, യേശു മരിച്ചവനെ ഉയർത്തുമെന്ന വസ്തുത, അതിന് സാക്ഷികളാണ് ഞങ്ങൾ. അപ്പോ മതകോടതിയല്ല, മറ്റാരൊക്കെ വിരട്ടിയാലും ഞങ്ങൾക്കിത് മിണ്ടാതിരിക്കാൻ കഴിയില്ല. മതപീഡനത്തിന്റെ സമയത്തൊക്കെ പരിശുദ്ധാത്മാവിന് തുണയുണ്ടാകുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തു. അത് അവരിൽ പ്രവർത്തിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 425. ഞാനൊരു അറിയാവുന്ന കാര്യം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോ ഏതാണ്ട് 30 കോടി ക്രിസ്ത്യാനികളാണ് പീഡിപ്പിക്കപ്പെടുന്നത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, വിശേഷിച്ച് മുസ്ലിം സഹോദരന്മാരിൽ നിന്ന്. മറ്റ് മതങ്ങളുമുണ്ട്, എന്നാലും മുസ്ലിംസ് ആണ് കൂടുതൽ. 30 കോടി, 200 ചില്ലാനും കോടി ക്രിസ്ത്യാനികളുള്ളിടത്ത് 30 കോടിയോളം പേരെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു വിവിധ രാജ്യങ്ങളില്. പേടിച്ചിട്ടും ഇരട്ടിട്ടും അവരൊക്കെ വിശ്വാസം ഉപേക്ഷിക്കുക, കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്, മരിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ എന്താ സംഭവിക്കുക? ഈ ഇസ്ലാം തന്നെ ഇല്ലാണ്ടാകും ലോകത്ത്. അവരെ അക്രമം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ലോകം മുഴുവൻ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഇല്ലാണ്ടാകും. ആ പ്രസ്ഥാനം തന്നെ ഇല്ലാണ്ടാവും. കാരണം ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. അങ്ങനെ സംഭവിച്ചാല്, അങ്ങനെ അവർ ശ്രമിച്ചാല്, അപ്പോൾ ക്രിസ്ത്യാനികൾ 30 കോടി ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നതിന് പേരില് അവരെല്ലാവരും വിശ്വാസം ഉപേക്ഷിക്കണം ചെയ്യണേ? അല്ല, മരിക്കാൻ തയ്യാറാകാണ്. ഇതാ നമ്മൾ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ തോൽപ്പിക്കാനാവില്ല. അത് വിപ്ലവകാരികൾ പറഞ്ഞതിന്റെ പേരിലല്ല, അതൊക്കെ ആദ്യം പറഞ്ഞത് കർത്താവാണ്. അവരത് അവരുടേതായ തരത്തിൽ അവതരിപ്പിച്ചത് മാത്രം. ആ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ തോറ്റുപോയി. അവർ കൊല്ലപ്പെടുക മാത്രമല്ല, തോൽപ്പിക്കപ്പെട്ടു. പ്രത്യയശാസ്ത്രങ്ങളൊക്കെ ഇല്ലാണ്ടാവും. കാരണം എന്താ? പ്രത്യയശാസ്ത്രം മാനുഷികമായി ഉണ്ടാക്കുന്നതാണ്. ഒരു തത്വജ്ഞാനിയോ ഒരു പണ്ഡിതനോ അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് പ്രത്യയശാസ്ത്രം. വിശ്വാസം ദൈവം നൽകുന്നതാണ്. അത് നശിപ്പിക്കാൻ പറ്റില്ല. പ്രത്യയശാസ്ത്രം നശിച്ചു പോകും, വിശ്വാസം നശിക്കില്ല. വിശ്വാസം തെറ്റായ വഴികളിലൊക്കെ നടക്കാം, പക്ഷെ അത് ഇല്ലാണ്ടാകില്ല. ചുരുക്കത്തില് ഈ പത്രോസിന്റെയും യോഹന്നാന്റെയും മതകോടതിയിൽ വെച്ചുള്ള പ്രസംഗം വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഇന്ന് ഇല്ലേ, വീട് പണിക്കാരായ നിങ്ങൾ ഉപേക്ഷിച്ച കല്ലാണ് മൂലക്കല്ലായി തീർന്നത് പത്രോസ് പറഞ്ഞു. ഇപ്പൊ വീട് പണിയില്ല, വിടുപണിയേ ഉള്ളൂ. എന്താണ് വിടുപണി? തലപ്പത്തിരിക്കുന്നവർ, അധികാരത്തിലിരിക്കുന്നവർക്ക് വിടുപണി ചെയ്ത് കൊടുത്ത്, കാല് നക്കി കൊടുത്ത് നക്കാപ്പിച്ച നേട്ടങ്ങൾ കിട്ടാൻ, നക്കാപ്പിച്ച നേട്ടങ്ങൾ, ഒരു രൂപത്തിൽ വീതിയാകാൻ, അല്ലേ, പ്രോട്ടോ സെഞ്ചലസ് ആകാൻ, അല്ലെങ്കിൽ സെഞ്ചലസ് ആകാൻ, അല്ലെങ്കിൽ പോട്ടോ ഒരു മെത്രാനാകാൻ, ഇതിനൊക്കെ വേണ്ടി പരിശുദ്ധാത്മാവിലുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി വിടുപണി ചെയ്ത് പരിശുദ്ധാത്മാവിന് തന്നെ അവമാനം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുകയാണ് പലരും. അതുകൊണ്ടാണ് ആൾക്ക് ആത്മധൈര്യമില്ലാത്തത്. ഒരുപാട് പേർ പ്രീതിപ്പെടുത്തണ്ടേ? ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് പകരം, പരിശുദ്ധാത്മാവിന് ശക്തിയിലായിരിക്കുന്നതിന് പകരം അധികാരത്തിലിരിക്കുന്നവർക്ക് വിടുപണി ചെയ്ത് നക്കാപ്പിച്ച അധികാരങ്ങളും പദവികളും നേടിയെടുക്കുക. അങ്ങനെ ഉള്ളവര് അങ്ങനെ അധികാരത്തിൽ വന്ന അവരെന്താ ചെയ്യുക?
അനുസരിക്കുന്നവരെ നിശബ്ദരാക്കിക്കൊണ്ടിരിക്കും അവര്. അനുസരിക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള ചങ്കുറപ്പേ അവർക്കുള്ളൂ. ധിക്കാരികളുടെ കൂടാരത്തെ നിയന്ത്രിക്കാനോ അച്ചടക്കം പരിശീലിപ്പിക്കാനോ ഇവർക്ക് കഴിയില്ല. കാരണം എന്താ? അവർ പരിശുദ്ധാത്മാവിലല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് വിടുപണി ചെയ്ത് കിട്ടിയതാണ്. ഈ മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കാൻ ശീലിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ തന്നെ ആയിരിക്കണം. മനുഷ്യരെക്കാൾ, അതായത് ഞാൻ പറഞ്ഞ ചോയ്സ്, ദൈവഹിതമാണ് അധികാരികൾ വരുന്നെങ്കിലും അനുസരിക്കണം. അതല്ല ദൈവഹിതത്തിനെതിരായിട്ടാണ് അധികാരികൾ വരുന്നതെങ്കിൽ ദൈവത്തെ അനുസരിക്കുക, മാനുഷിക അധികാരികൾ അനുസരിക്കുക, ഇങ്ങനെ ചോയ്സ് വന്നാൽ മാനുഷിക അധികാരികൾ അനുസരിക്കാതെ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത് അതൊരു അപകടം പിടിച്ച സംഗതിയാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പരിശുദ്ധാത്മാവിലായിരിക്കുന്നവർക്കേ പറ്റൂ. അതിനെയാണ് ചങ്കുറപ്പ്, നെഞ്ചുറപ്പ്, ആത്മധൈര്യം എന്ന് ബൈബിള് വിളിക്കുന്നത്, തിരുവചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒന്ന് നമുക്കുണ്ടാകട്ടെ, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ, നേതാക്കന്മാർക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.